ഹലോ ഫ്രണ്ട്സ്, എന്തെല്ലാപ്പാ? എല്ലാവർക്കും സുഖല്ലേ? ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നല്ലൊരു സ്കിൻ കെയറിനെ കുറിച്ചാണ്. കാരണം എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, ഒത്തിരി എൻ്റെ ക്ലയൻസൊക്കെ എപ്പോഴും ചോദിക്കുന്നൊരു കാര്യമാണ്. വെയിലത്തൊക്കെ പോയി വന്നാൽ എപ്പോഴും ഒരുപാട് ടാനായിട്ടിങ്ങനെ നമ്മുടെ ഫേസിൽ നല്ല ടാന് വരുന്നു. അതിനിപ്പോൾ എന്തെങ്കിലും ഒരു കാരണം ആർക്കും വേറെ അങ്ങനെ ഒന്നും വേണ്ട, വീട്ടിൽ തന്നെ ഒരു നാച്ചുറലായിട്ട് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തരുമോ? എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം, അപ്പോൾ അതെല്ലാവർക്കും ഉപകാരപ്പെടുമല്ലോ വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും വെയിലത്ത് പോകുമ്പോൾ നല്ല ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ നോക്കുക. സൺസ്ക്രീൻ നിങ്ങൾ എപ്പോഴും വെയിലത്ത് പോകുമ്പോൾ അപ്ലൈ ചെയ്തിരിക്കണം. അത് ടാനിൽ നിന്ന് നല്ലൊരു പ്രൊട്ടക്ഷനാണത്. അത് നിങ്ങൾ എപ്പോഴും മറക്കരുത്. എപ്പോഴും സൺസ്ക്രീൻ ഇടണം വെയിലത്ത് പോകുമ്പം. കാരണം കൂടുതൽ ചൂട് നമ്മുടെ സ്കിന്നിന് അടിച്ചു കഴിഞ്ഞാൽ എന്തായാലും സ്കിന്ന് കേടാവും. അതിനു വേണ്ടിയാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യണം. പിന്നെ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞ ഉടനെ മുഖം നന്നായിട്ട് കഴുകണം. ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് ഉപ്പിയെടുക്കണം ഫേസിൽ എപ്പോഴും. കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഇപ്പം നമ്മൾ നല്ല വെയിലത്തൊക്കെ പോയി വന്ന് നമ്മൾ വാഷ് ചെയ്താലും ആ ടാനൊക്കെ അവിടെ തന്നെ ഉണ്ടാകും, ടാനൊന്നും പോവില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ചെയ്യുക? അപ്പോൾ അതിനാണ് ഞാൻ ഒരു സൊല്യൂഷൻ പറയുന്നത്. എല്ലാവരുടെ വീട്ടിലുമുള്ള സാധനം തന്നെയാണ് തൈര്. എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവും, വീട്ടിലെപ്പോഴും ഉള്ളതാണ്. അതിന് വലിയ പൈസ ചിലവൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ആ തൈര്, ഒരു സ്പൂണ് തൈരെടുത്ത് മുഖത്ത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്കത് കഴുകി കൊടുക്കാം. അത് നല്ലതാട്ടോ, അത് ഈ ടാനിന് നല്ലൊരു ഇതാണ്. പിന്നെ ഒരു ഇതെന്ന് വെച്ചാൽ ഗ്രീൻ ടീ ഉണ്ടല്ലോ, ഗ്രീൻ ടീയുടെ ഒരു പാക്കറ്റ് പൊട്ടിച്ച് ഇതുപോലെ തന്നെ ഒരു സ്പൂൺ തൈരെടുത്ത് അതിൽ മിക്സ് ചെയ്ത് ഒരു സ്ക്രബ് പോലെ ആക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ അതെടുത്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫേസിൽ പാക്ക് ഇടുന്ന പോലെ അപ്ലൈ ചെയ്ത് വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ വെക്കാം. അതിന് ശേഷം സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്ക്രബ് ചെയ്യുമല്ലോ അങ്ങനെ, എന്നിട്ട് കഴുകിക്കളയാം. അതും ടാനിനൊക്കെ നല്ല ഒരു സൊല്യൂഷനാണ്. അത് നിങ്ങൾ എപ്പോഴും പുറത്തു പോയി വന്നിട്ട് ചെയ്യുകയാണെങ്കിൽ കുറേ ടാനിന് ഒത്തിരി മാറ്റം വരും. നാച്ചുറലായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷെ അത് ഒന്നും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നുള്ളൂ. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട്, അയ്യോ എനിക്ക് തൈര് പറ്റില്ല, തൈരിടുമ്പം അലർജിയാണ്, പിന്നെ മുഖത്ത് പിമ്പിൾസൊക്കെ വരാറുണ്ട്, അങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ അലർജിയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ അതൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പം അധികം നമ്മുടെ ഫേസ് അല്ലേ, അങ്ങനെ അധികം റിസ്ക് എടുക്കരുത്. അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. പിന്നെ ഈ വേറെ ഒരു സൊല്യൂഷനും കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ ടാനിൽ നിന്നുള്ള ഒരു സൊല്യൂഷനാണ്, അതും കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വെയിലത്ത് പോയി വന്നാൽ തന്നെ, പുറത്തൊക്കെ പോയി വന്നാൽ എപ്പോഴും ചെയ്യേണ്ടതാണ്. അത് ഞാൻ പറഞ്ഞുതരാം. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം തന്നെ പറയാം. പാലുണ്ടല്ലോ, പാല് ഇതുപോലെ പുറത്ത് വെയിൽ കൊണ്ട് നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പാല് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാല്, നല്ല തണുത്ത പാല് കൊണ്ട് നമുക്ക് മുഖം കഴുകാം. തണുത്ത പാല് കൊണ്ട് മുഖം കഴുകാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ പാല് തന്നെ നമുക്ക് ഐസ് ക്യൂബ്സ് ആക്കി വെക്കാം. അങ്ങനെ ഓരോ ക്യൂബ്സ് എടുത്തിട്ട് നമുക്ക് റബ്ബ് ചെയ്ത് കൊടുക്കാം, എന്നിട്ടും കഴുകാം കേട്ടോ. ഇതൊക്കെ നല്ല ഒരു സൊല്യൂഷനാണ്. നമുക്ക് ടാനിൽ നിന്ന് കുറച്ചൊക്കെ ഒരു മുക്തി കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. ഈ പാലും തൈരും ഒക്കെ. പിന്നെ പാലൊക്കെ ചില ആൾക്കാർക്ക് പാലും പറ്റില്ല കേട്ടോ. ചില ആൾക്കാർ പറയാറുണ്ട് എൻ്റെ അടുത്ത്, പാല് ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ അത് പാല് നമുക്ക് അത്രയും പറ്റില്ല, കുരുവൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഓയിലി സ്കിന്നുകാർക്ക്. അപ്പം നിങ്ങൾ അതിനനുസരിച്ചൊക്കെ ചെയ്യുക.
പിന്നെ പാല് ഈ ഓയിലി സ്കിൻ ആയാലും ചിലപ്പം നമ്മൾ ക്യൂബ്സൊക്കെ ആക്കി വെച്ചിട്ട് റബ്ബ് ചെയ്ത് പെട്ടെന്നൊക്കെ കഴുകി കളയുന്നതിന് അത്ര വലിയ കുഴപ്പമില്ല. എന്നാലും നിങ്ങൾക്ക് ഇപ്പം അലർജി, ഇതൊക്കെ അലർജി, നമുക്കിപ്പോൾ നാച്ചുറലായ സംഭവങ്ങളും ചില ആൾക്ക് ഫേസിന് അലർജിയൊക്കെ ഉണ്ടാകും. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. അലർജിയൊക്കെ വരുന്നവരൊക്കെ ആണെങ്കിൽ അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾ ഞാനീ പറഞ്ഞതൊക്കെ ചെയ്ത് നോക്കണം. പിന്നെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ആദ്യം പറഞ്ഞ പോലെ സൺസ്ക്രീൻ പുറത്ത് വെയിലത്ത് പോകുമ്പം എന്തായാലും നിങ്ങൾ ഉപയോഗിക്കണം. നല്ല ഒരു സൺസ്ക്രീൻ വാങ്ങിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യണം. അത് മറക്കരുത്. പിന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഫേസ് വാഷ് ചെയ്യാനും മറക്കരുത്. ഇതൊക്കെ നമ്മൾ എപ്പോഴും ഫേസിനെ നന്നാക്കി വെക്കാൻ ഉപകരിക്കും. നാക്കൊക്കെ ഉളുക്കിപ്പോകുന്നുണ്ട് കേട്ടോ, ഒന്ന് ക്ഷമിക്ക്. അപ്പം നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പം വീട്ടിൻ്റെ അകത്തിരിക്കുമ്പോൾ പോലും നമുക്ക് ലൈറ്റിൻ്റെ ചൂട് പോലും നമ്മുടെ സ്കിന്നിന് കേടുവരുത്തുന്നൊക്കെ പറയാം. വീട്ടിലിരിക്കുമ്പോഴും നമ്മൾ സൺസ്ക്രീൻ ഇടണം എന്നൊക്കെയാണ് പറയുക. അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ലൈറ്റിൻ്റെ ചൂടിലൊക്കെ പകലൊക്കെ ഇരിക്കുന്നതാണെങ്കിൽ നല്ല വെളിച്ചത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിലും നമുക്ക് സൺസ്ക്രീനൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നെല്ലാം കഴുകി നന്നായിട്ട് വൃത്തിയാക്കിയാൽ മതി. നിങ്ങളിതൊക്കെ ശ്രദ്ധിക്കുക. സ്കിൻ എപ്പോഴും നന്നായിട്ട് നോക്കിയാൽ മതി. നമുക്കെപ്പോഴും നല്ല ഗ്ലോ ഉണ്ടാവും. അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക. അങ്ങനെ ഇതുപോലെ കുറേ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. എൻ്റെ ഓരോ വീഡിയോസിലുണ്ടായിരിക്കും. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിലൊക്കെ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ എല്ലാം ആയിട്ട് ഞാൻ വരും. ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും. കാരണം ഇത് എൻ്റെ അടുത്ത് ഒത്തിരി എൻ്റെ ക്ലയൻസൊക്കെ ഒത്തിരി ആൾക്കാർ ചോദിച്ചതാട്ടോ. ഒത്തിരി ആൾക്കാർ എന്നോട് ചോദിച്ചതാണ്, ഇങ്ങനെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് അറിയേണ്ടത്, ഇങ്ങനെയുള്ള നാച്ചുറലായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ചിലപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും. എന്നാലും ചിലപ്പോൾ അറിയാത്തവരും ഉണ്ടാവും. അവർക്കൊക്കെ വേണ്ടിയൊക്കെ ഞാൻ പറയുന്നത്. അറിയാവുന്ന ആൾക്കാരും ഉണ്ടാവും. ഇനി എന്തെങ്കിലും ഇതിൽ അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം. ഞാൻ മറുപടിയൊക്കെ തരുന്നതായിരിക്കും. ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അഭിപ്രായമുള്ള അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, എനിക്ക് കമൻറ്റ് ചെയ്യാം. അപ്പം നല്ല നല്ല കമൻസൊക്കെ ചെയ്യുക. ഇനിയും ഒത്തിരി വീഡിയോസും ഒക്കെ ആയിട്ട് ഞാൻ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഇന്നിപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടാറ്റ, ബൈ ബൈ.